രാമേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പഴയ SFI നേതാവ്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു SFIയിലൂടെ. അതിനേക്കാൾ ഉപരി പ്രശസ്തമായൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗം, മുൻ MP A. സമ്പത്തിൻ്റെ സഹോദരൻ. അദ്ദേഹം ഇപ്പോൾ ഒരു സംഘപരിവാർ സംഘടനയിൽ എത്തിയിരിക്കുന്നു. A. കസ്തൂരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ സാമാന്യ തരത്തിൽ അദ്ദേഹം കുടുംബ സർക്കിളിൽ ഇത് ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തു വന്നത്. A. സമ്പത്തിനോട് നേരത്തെ കൂട്ടി സംസാരിച്ചു എന്നും അദ്ദേഹം ഇന്നൊരു മാധ്യമത്തോട് കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ A. കസ്തൂരി ഇതുപോലൊരു തീരുമാനം എടുത്തപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പലരും ഞെട്ടലോടെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നതുണ്ട്. പ്രത്യേകിച്ചും തിരുനെല്ലൂർ കരുണാകരൻ്റെ മകൻ വിനോദ്. അപ്പം അവരൊക്കെയാണ് ഇത് ഫേസ്ബുക്കിൽ ഇമ്മീഡിയറ്റായിട്ട് റിയാക്ട് ചെയ്തത്. പൊതുവിൽ ഇതൊരു ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ചും CPMൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നതിൻ്റെ അവസാനത്തെ സൂചനയാണോ, ഉദാഹരണമാണോ ഇത്? ഇനിയും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഈ മാർക്സിസം എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. കാലഹരണപ്പെട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്നത്തെ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഈ മാനുവൽ ലേബർ എന്ന് പറയുന്ന സംഭവമില്ലേ, അതൊക്കെ മാറിയില്ലേ. ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നതോടുകൂടിയിട്ട് സമ്പൂർണ്ണമായിട്ടും അർത്ഥരഹിതമായി. അതെ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വരാജ്യത്തെയും കമ്പ്യൂട്ടറിന് സംഘടിക്കാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ. ആ മേഖലയിലൊന്നും യൂണിയനും അതും പറഞ്ഞൊന്നും ആ പിള്ളേരൊന്നും യുവാക്കളൊന്നും സമ്മതിക്കുകയില്ല. അവർ തൊഴിലാളികളാണെന്ന് സ്വയം വിശേഷിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ മാർക്സിസം എന്ന് പറയുന്നത് അർത്ഥരഹിതമായ അസംബന്ധ ശാസ്ത്രമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ദേശാഭിമാനം വേണമല്ലോ. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഇന്ന ആളാണ്, ആരാണെന്നൊക്കെ വിദ്യാഭ്യാസവും വിവരമുള്ളവർക്ക് അറിയാമല്ലോ. അല്ലാതെ ഈ മയക്കുമരുന്നിൻ്റെ പിന്നാലെ, കൊലപാതകത്തിൻ്റെ പിന്നാലെ അല്ലേ ഹിംസ. എത്ര ഹിംസ! കണ്ണൂരിൽ നിന്ന് ഇപ്പോഴും വാർത്തകൾ വരുന്നുണ്ട്. മറ്റേ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രതി വീണ്ടും അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ പഴയ കേസൊക്കെ ഞാനാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വന്ന കേസുകെട്ടുകളാണ്. ഒരു BJP പ്രവർത്തകനെ കൊന്നതിൽ ഇന്ന് ജീവപര്യന്തം തടവ്. അതെ, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്നവൻ്റെ സഹോദരനാണ്, PM മനോജിൻ്റെ സഹോദരൻ. അതെ, മനോരഞ്ജൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയുള്ള തലമുറകളൊന്നും ഇതിൻ്റെ ഒന്നും പിന്നാലെ പോവില്ല. സമയമില്ല അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ വേറെ. ഇപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ആവശ്യമില്ലാതെ കുറേ സമയം ഈ ഇടതുപക്ഷ സാഹിത്യത്തിൻ്റെ പിന്നാലെ ഇതൊക്കെ വായിച്ച് പോയിട്ടുണ്ട്. വരേണ്ട സാഹിത്യമാണ്, ഒരു ആവശ്യമില്ലാത്തതാണ്. അത് കുറേ പുസ്തകങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും പിൽക്കാലത്ത് നമുക്ക് ഉപയോഗപ്രദവുമല്ല. അപ്പോൾ ഇങ്ങനെ ഈ സമ്പത്തിനെ എനിക്കറിയാം, ഈ കസ്തൂരിയുടെ അച്ഛൻ അനിരുദ്ധനെയും എനിക്ക് നന്നായിട്ടറിയാം. അനിരുദ്ധൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അനിരുദ്ധൻ എന്നോട് പഴയ കാര്യങ്ങൾ, പ്രധാനമായിട്ടും അദ്ദേഹം ഒരു അച്യുതാനന്ദ വിരോധിയായിരുന്നു. ആ വിരോധം പിന്നീട് സമ്പത്തും കൂടെ കൊണ്ട് നടന്നിരുന്നു. സമ്പത്തിന് ചില ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ട്, ആ വൈരമൊക്കെ കാരണം. അപ്പോൾ അത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മറ്റേ 1962 മറ്റേ ചൈനയായിട്ടുള്ള യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ മുഴുവൻ പിടിച്ചിട്ട് ജയിലിൽ കിടന്നു. ആ ജയിലിൽ വെച്ചിട്ട് അനിരുദ്ധൻ്റെ ചേരിയും അച്യുതാനന്ദൻ്റെ ചേരിയും തമ്മിൽ ജയിലിൻ്റെ അകത്ത് ഏറ്റുമുട്ടി. അതാണ് ജയിലിലെ കലാപം. CPM ഉണ്ടാകുന്നതിന് മുമ്പേ ഇതിൽ ചേരുതിരുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗവും തമ്മിൽ അങ്ങനെ എന്താ ഏറ്റുമുട്ടാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചൈനീസ് ആ യുദ്ധത്തിൽ പരിക്ക് പറ്റുന്ന ഇന്ത്യൻ ജവാന്മാരുണ്ടല്ലോ, ഇന്ത്യൻ ജവാന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ രക്തം കൊടുക്കണോ വേണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ജവാന്മാർക്ക് രക്തം കൊടുക്കാം എന്നുള്ളതായിരുന്നു VS നയം. മറ്റേ ആ കാലത്ത് അനിരുദ്ധന് വിശ്വകേരളം എന്ന് പറഞ്ഞിട്ടൊരു പത്രമുണ്ട്. ആ വിശ്വകേരളം എന്നുള്ള പത്രത്തിലുമൊക്കെ അന്ന് മറ്റേ ഈ കലാപത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നു പോയി. അത് കഴിഞ്ഞ് പാർട്ടി പിന്നീട് തലശ്ശേരിയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ
VS-നെ തരം താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. OJ ജോസഫ് ഈ കലാപത്തിൽ പങ്കെടുത്ത, പിന്നീട് OJ ജോസഫ് രാജ്യസഭാംഗമൊക്കെ ആയല്ലോ, CITU നേതാവൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പേർക്കെതിരെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ചേരി തിരിഞ്ഞ് പാർട്ടിക്കാരടിച്ചതിനെ തുടർന്ന് മറ്റേ നടപടിയൊക്കെ ഉണ്ടായി പാർട്ടിയുടെ അകത്ത്. VS-നെ തരം താഴ്ത്തുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. അപ്പോൾ പിന്നീടുള്ള ജീവിതകാലത്തും ഒക്കെ അനിരുദ്ധൻ ഒരു ജെയിൻ കില്ലറല്ലേ. ആർ ശങ്കറെ തോൽപ്പിച്ച് വളരെ അറിയപ്പെട്ട ആളായിരുന്ന ആളാണ്. പഴയ ഓർമ്മകളൊക്കെ ധാരാളമുണ്ട്. അവിടെ പല ആളുകളുമായിട്ടും അദ്ദേഹം ശത്രുതയിലായിരുന്നു. അദ്ദേഹം CITU നേതാവായതുകൊണ്ട് ചാലയിലും ഒക്കെ ഉള്ള പല ആളുകളും ഒക്കെ ആയിട്ടും ഒക്കെ പാർട്ടിക്കാരും ഒക്കെ ആയിട്ടും നിരന്തരം ഒരു വിമതൻ എന്നുള്ള നിലയ്ക്കാണ് നിലകൊണ്ട് നിന്നത്. അത് കഴിഞ്ഞ് സമ്പത്ത് വന്നിട്ട് വീണ്ടും സമ്പത്തിനൊരു ജീവിതം, പാർട്ടി ജീവിതം ഉണ്ടാവുകയാണ്. അനിരുദ്ധൻ മറ്റേ വിമതനായി തന്നെ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സമ്പത്തിനൊരു പാർട്ടി ജീവിതം പിന്നീട് കിട്ടിയപ്പോഴും VS കുറച്ച് കാലത്തേക്ക് പിന്നീട് മാറ്റി നിർത്തി. പിന്നെ ആ കാലം കഴിയുമ്പോൾ പിണറായി ഗ്രൂപ്പിൽ ചേർന്ന് വീണ്ടും അദ്ദേഹം മറ്റേ റെസിഡൻറ്റ് കേരള ഹൗസിലെ തോറ്റപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഒരു ദൗത്യം. അതെ, തോറ്റു കഴിഞ്ഞപ്പോൾ അവിടെ എന്നാലും സ്ഥാനാർത്ഥിത്വമൊക്കെ കിട്ടി, തോറ്റപ്പോൾ എടുത്ത് വെക്കുകയും ചെയ്തു. അത്രത്തോളം ദീർഘമായ ബന്ധമുള്ള അച്ഛൻ മുതൽ അമ്മ അച്ഛനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളവരാണ്. ഒരു മിനിമം അരനൂറ്റാണ്ട് പാരമ്പര്യവും പൈതൃകവും കമ്മ്യൂണിസവുമായിട്ടുണ്ട്. അതെ. മാത്രമല്ല ഈ സമ്പത്തും ഈ സഹോദരൻ കസ്തൂരിയും കൂടി അനിരുദ്ധൻ പൂജപ്പുര ജയിലിൽ കിടക്കുമ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ജയിലിൽ കിടന്നു. അന്ന് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് ഈ 2 കുട്ടികളാണ്. അത് വലിയൊരു സെൻസേഷനായിരുന്നു. അന്നത് കേരളകൗമുദി ആ കുട്ടികൾ വോട്ട് ചോദിച്ച് അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങിയ ചിത്രം സഹിതം അത് ഫ്രണ്ട് പേജിൽ വാർത്ത വന്നിരുന്നു. ആ വാർത്ത വലിയ അളവിൽ അനിരുദ്ധനെ ജയത്തിന് സഹായിച്ചിരുന്നു. അത് മാത്രമല്ല, അത് പിൽക്കാലത്ത് കേരളകൗമുദിക്കകത്ത് പൊളിറ്റിക്സിനകത്തൊരു ചർച്ചാ വിഷയമായി. എന്നാൽ ശങ്കർ വിരോധം K. സുകുമാരൻ്റെ ഒരു സ്ഥായി സ്വഭാവമായി. അപ്പോൾ അത് ശങ്കറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു കക്ഷി കേരളകൗമുദിയാണെന്നുള്ള ആരോപണവും വിമർശനവും ശങ്കർക്ക് മരണം വരികയുണ്ടായി. കുറച്ചൊക്കെ സത്യം ഉണ്ടാവുമായിരിക്കും. കാരണം അനിരുദ്ധനും അനിരുദ്ധൻ്റെ ബന്ധവും ഒക്കെ വെച്ചിട്ട്. അതെ. കാരണം അനിരുദ്ധൻ്റെ കുടുംബം എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം പാരമ്പര്യമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. കാരണം എൻ്റെ അനിരുദ്ധൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുള്ളൊരു ഓർമ്മ, ഈ കുതിരപ്പട ഉണ്ടല്ലോ, തിരുവിതാംകൂർ രാജാവിൻ്റെ കുതിരപ്പടയിലെ ഒരു സേന ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അനിരുദ്ധൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ദിവ്യന്മാരാണ് തിരുവനന്തപുരത്ത്, ഹോട്ടൽ ബിസിനസ്സും ഒക്കെ ധനവാന്മാരും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ് കസ്തൂരി ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ സുജാതൻ നേരത്തെ പറഞ്ഞത് കുടുംബത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടാണ് കസ്തൂരി വന്നിരിക്കുന്നത്. കസ്തൂരി ഇത് ആദ്യമായിട്ടല്ല വരുന്നത്, കുറച്ചു കാലമായിട്ട് കസ്തൂരിയുടെ പേര് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ കസ്തൂരി ഒരു മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ ജ്യേഷ്ഠനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. അപ്പോൾ സമ്പത്തിനറിയാമായിരുന്നു ഇത്. അപ്പോൾ ഞാനന്നേരം ആലോചിച്ചു, ഇനി സമ്പത്തിന് എന്നാണാവോ ഇങ്ങോട്ട് വരുന്നത്. ആ സമ്പത്തിന് വരാവുന്നതാണ് എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം സമ്പത്ത് ഈ സാധാരണ സഖാക്കളെ പോലെ ഈ ബലം പിടുത്തമുള്ളൊരു സഖാവല്ല സമ്പത്ത്. അതെ. അത് ചർച്ചകളിൽ വരുമ്പോഴും പ്രതിപക്ഷ ബഹുമാനവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ വരുന്ന മനപരിവർത്തനം, വിശ്വാസപരമായ തിരുത്തലുകൾ, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ആ തിരുത്തലുകൾ സ്വാഗതാർഹമാണ്. ഒരുപക്ഷെ കസ്തൂരിക്ക് അനുഗാമികളുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതെ, ആ അനുഗാമികളിൽ ഒരാൾ സമ്പത്ത് തന്നെ ആയിക്കൂടായികയില്ല. അതിനി വരും കാലത്ത് തിരുവനന്തപുരത്തൊക്കെ BJP ഒക്കെ വളരെ ശക്തമാണല്ലോ. ഏതെങ്കിലും ഒരു കാലത്ത് സമ്പത്തിന് വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതല്ലേ. കാരണം പാർട്ടിയിൽ ഇനി വലിയ ഭാവിയൊന്നും സമ്പത്തിനില്ല. കാരണം സമ്പത്തൊക്കെ വഹിച്ചിരുന്ന പദവിയിലേക്കൊക്കെ ഡൽഹിയിൽ KV തോമസ് ഒക്കെ വരുന്ന കാലമല്ലേ. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ മരണം എന്നേ സംഭവിച്ചു.
ഇപ്പോൾ സംഘടനാപരമായും അത് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.